നമ്മൾ ഇതിനകത്ത് ഇത്രയും സാധനം ഇട്ട് കത്തിച്ചു. പപ്പയും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാനും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് വരുന്ന വേസ്റ്റ് എവിടെയാണ് പോകുന്നത്? കാരണം നമ്മൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്യണോ ഇതിനകത്ത് തന്നെ കിടക്കും ചാരം. അതായത് ഒരു 100 കിലോ കത്തിച്ചു കഴിഞ്ഞാൽ 3 കിലോ താഴെ ഫൈൻ പൗഡറാണ് അതിന്റെ വേസ്റ്റ് വരുന്നത്. 100 കിലോ കത്തിച്ചാൽ 3 കിലോ ഈ താഴെ ഫൈൻ പൗഡർ അടിയിൽ വരുന്ന ഇതാണോ? കുറച്ചുകൂടി ഇതിനകത്ത് കിടക്കും, അതേ ഉള്ളൂ. അത് നമ്മൾ ഒന്നെങ്കിൽ എടുത്ത് കമത്തി കളയാം. അത്രേ ഉള്ളൂ അല്ലേ? ചൂട് മറിയുമ്പോൾ ഒരു ചൂടിട്ടും കമത്തി. പറമ്പൊന്നും അപ്പൊ ഇനി വൃത്തിയിടാത്തില്ല. ഇപ്പൊ ചേട്ടന്മാര് പറഞ്ഞത് 100 കിലോ കത്തിച്ചു കഴിഞ്ഞാൽ 3 കിലോ വേസ്റ്റ്, അതും ഫൈൻ പൗഡർ ആയിട്ട് വരുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെരിച്ച് കാണിച്ചു ചേട്ടന്മാർ ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. നമ്മൾ ഇത്രയും സാധനം കത്തിച്ചാണ്. ഇത് കണ്ടല്ലോ, ഇനി ഇരിക്കും തോറും ഇത് കുറഞ്ഞു വരും. ഇതിനകത്തില്ല. ഇതിനിപ്പോ നമ്മൾ മണ്ണിലോട്ട് എടുത്ത് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അലിഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്തോ, നമുക്ക് എത്ര കിലോ വരെയായിട്ട് കത്തിക്കാം? ഇതിന്റെ കപ്പാസിറ്റി അൺലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കത്തിക്കുന്നതല്ല, നമ്മൾ പേപ്പർ കത്തിച്ചിരുന്നിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ കാരണം അൺലിമിറ്റഡ് അതിന്റെ കപ്പാസിറ്റി. അതായത് നമുക്ക് ഇതിന്റെ ചാരം ഇങ്ങനെ കമത്തി കളയാം. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് അതുകൊണ്ട് അത്രയും നമ്മൾ വേസ്റ്റ് ഇത്രേ ഉള്ളൂ ചാരം. ഇനി നാളെ രാവിലെ ആണെങ്കിൽ ഇതിന്റെ പകുതിയാവും. അതായത് നമ്മൾ ഫുള്ള് കത്തിക്കുവാണെങ്കിൽ നാളെ ആവുമ്പോഴത്തെ ഇതിന്റെ പകുതിയാവും. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുവാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ ശരിക്കും പറയാൻ തീ കെട്ടിട്ടില്ല കേട്ടോ. ഈ കെടുന്നതിന് മുമ്പ് നമ്മൾ എടുത്താണ്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ ചേട്ടന്മാർ പറഞ്ഞത് നമ്മൾ കത്തിച്ചങ്ങ് വെച്ചേക്കുവാണെങ്കിൽ ഈ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ ഈ ഒരു പൊടി രൂപത്തിലാകും കേട്ടോ.